നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി SSLC +2 പരീക്ഷകളിൽ വിജയ ശതമാനത്തിൽ വയനാട് ഏറെ പിന്നാക്കം പോയിരുന്നു. പക്ഷേ ഇത്തവണ 13-ൽ നിന്നും 6-ാം സ്ഥാനത്തേക്കെത്തി SSLC പരീക്ഷയിൽ. +2 പരീക്ഷയിലാവട്ടെ 13-ൽ നിന്നും 12-ാം സ്ഥാനത്തേക്കും എത്തി. ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച വിവിധ പദ്ധതികളാണ് ഇത്തരത്തിൽ വിജയ ശതമാനം വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാരാണ് ഇന്ന് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം. അരികെ ഉയരെ ഈ രണ്ട് പദ്ധതികൾ യഥാർത്ഥത്തിൽ അതാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ SSLC വിജയ ശതമാനം പ്രഖ്യാപിക്കുമ്പോൾ, വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ നമ്മളൊക്കെ കൃത്യമായിട്ട് വയനാടിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടാൻ മറ്റ് ചാനലുകളെയൊക്കെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പൊതുവെ പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഇന്ന ജില്ല, ഏറ്റവും കുറവ് വിജയ ശതമാനം വയനാട് ജില്ല, ഇത്ര പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കതുകൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ആ പെർസെൻറ്റേജ് കിട്ടുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇത്തവണ ഏറ്റവും ഇപ്പോൾ പറഞ്ഞതുപോലെ 13-ൽ നിന്നും 6-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്താണ് ഇത്തരത്തിൽ ഈ ഒരു വിദ്യാഭ്യാസ നിലവാരം, പ്രത്യേകിച്ച് SSLC അതുപോലെ +2-ൻ്റെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയായിരുന്നു? ആദ്യം നമുക്ക് ഈ SSLC റിസൾട്ടിൽ ഫിറോസ് പറഞ്ഞതുപോലെ വർഷങ്ങളായി നമ്മൾ 14-ാം സ്ഥാനത്താണ്. അപ്പോൾ ഈ 14-ാം സ്ഥാനത്ത് ഒരു ജില്ല നിരന്തരം തുടരുക എന്ന് പറയുന്നത് 8-9 വർഷങ്ങളായി. അപ്പോൾ നമ്മൾ നിരന്തരം ഈ ഒരു 14-ൽ നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഒന്ന് നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഇൻസൾട്ടിങ്ങിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അവർ മറ്റൊരു ജില്ലയിലേക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ജില്ല SSLCയിൽ ഏറ്റവും കുറവ് ആളുകൾ ജയിക്കുന്ന ഒരു ജില്ലയല്ലേ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നമുക്ക് മുന്നേ ഇത് സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നത് മലപ്പുറത്തൊക്കെയാണ്. മലപ്പുറം വളരെ പെട്ടെന്നാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിച്ചൊരു ജില്ല. ഏറ്റവും കൂടുതൽ A+ ഉള്ളത് വർഷവും മലപ്പുറത്താണ്. അത് ഭയങ്കരമായിട്ട് അവർ മാറിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ജില്ലാ പഞ്ചായത്താണ്. അവരൊരു പ്രത്യേക പദ്ധതി, വിജയബേരി എന്ന് പറഞ്ഞ് ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടാണ്, അതിനൊരു നോഡൽ ഓഫീസറെയൊക്കെ വെച്ചിട്ടാണ് ഈ ജില്ല മുഴുവൻ എല്ലാവരും വലിയ വലിയ പിന്തുണയോടുകൂടി. അപ്പോൾ നമ്മൾ ജില്ലാ പഞ്ചായത്ത് 2020 ഭരണത്തിൽ വരുമ്പോൾ ആദ്യം വിദ്യാഭ്യാസ മേഖലയിൽ ആളുകൾ ആവശ്യപ്പെട്ടത് ഒരു മലപ്പുറം ചെയ്തതുപോലെയുള്ളൊരു പദ്ധതി നമുക്കിവിടെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇത് തന്നെയാണ്. 14-ാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ അതിന് നമുക്കൊരു നോഡൽ ഓഫീസർ വേണം. അത് ഞാൻ അങ്ങനെ അന്നത്തെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നു. നമ്മൾ ഇങ്ങനെ ഒരു നോഡൽ ഓഫീസർ ഒരു അധ്യാപകനെ ഡെപ്യൂട്ടേഷനിൽ തന്നാൽ മതി. പക്ഷെ നമുക്കത് നടന്നില്ല, അത് അനുമതി കിട്ടിയില്ല. പക്ഷെ അനുമതി കിട്ടിയില്ലെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഇടപെടണമെന്ന് തീരുമാനിച്ച് നമ്മളുടെ പരിമിതമായ അറിവിലാണ് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നീട് ഒരുപാട് നല്ല അധ്യാപകർ, റിട്ടയർ ചെയ്ത അധ്യാപകർ, പൊതുപ്രവർത്തകർ, വിദ്യാഭ്യാസ മേഖലയിലെ ആളുകളൊക്കെ സംസാരിച്ച് ചില പദ്ധതികൾ നമ്മൾ രൂപപ്പെടുത്തി അതിനെ കൊണ്ടുവന്ന് അതിനെ കോർഡിനേറ്റ്. പക്ഷേ എന്നിട്ടും ആദ്യത്തെ 1-2 വർഷം നമുക്ക് റിസൾട്ടിൽ മാറ്റം ഉണ്ടായില്ല എന്നുള്ളത്. 21-ലും റിസൾട്ട് കിട്ടിയില്ല, 22-ലും കിട്ടിയില്ല, 23 വർഷം നമ്മൾ വീണ്ടും ഈ 14-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. കഴിഞ്ഞ വർഷമാണ് നമുക്ക് 14-ൽ നിന്ന് 13-ലേക്ക് നമ്മൾ വന്നത്. ആ 13-ലേക്ക് വന്നപ്പോൾ നമുക്കൊരു പോസിറ്റീവായ ഒരു മിഷനാണ്. കാരണം നമ്മൾ ഈ 9 വർഷത്തിന് ശേഷം സ്ഥാനമൊന്ന് മാറ്റി റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അന്ന് ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. പക്ഷെ നമുക്കൊരു 3 വർഷം കഴിഞ്ഞ് 4-ാമത്തെ വർഷം കിട്ടി, ഒരു സ്റ്റെപ്പ് മാറി. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഒരു അച്ചീവ്മെൻറ്റ് അവിടെ നിന്നാണ് ഈ വർഷം നമ്മൾ ഈ ജില്ലയിലെ ഏറ്റവും വലിയ ജില്ല രൂപീകരിക്കുന്നതിന് ശേഷം പറ്റിയ ഏറ്റവും വലിയ മികച്ച വിജയമാണ്. നമ്മൾ 6-ാം സ്ഥാനത്തേക്ക് എത്തി എന്ന് പറയുന്നത് അത് ഒരു ടീം വർക്കായിരുന്നു നല്ല രീതിയിൽ. പക്ഷെ അതിനൊരു നേതൃത്വപരമായ കഴിവ് പങ്ക് വഹിക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞു. പക്ഷേ അധ്യാപകർ, വിദ്യാഭ്യാസ വകുപ്പ്, ഡയറ്റ്, SSK അതുപോലെയുള്ളത്, പിന്നെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഈ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടിയത്. ഉറപ്പാണ്. ഞാനത് ഈ റിസൾട്ട് വന്ന എന്നോട് മാധ്യമങ്ങൾ എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിതാണ്, ഇതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ്. കാരണം കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു നമ്മളൊരു നേതൃത്വം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച അരികെ ഉയരെ, അരികെ +2, ഉയരെ SSLC. അപ്പോൾ ഈ രണ്ട് പദ്ധതികളാണ് യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു പദ്ധതി, അതിപ്പോൾ നേരത്തെ പറഞ്ഞു മലപ്പുറത്തിൻ്റെ വിജയബേരി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, ഈ ഒരു പേരും ഒപ്പം തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വിജയത്തിലേക്ക് എത്താമെന്നുള്ളൊരു തോന്നൽ എപ്പോഴായിരുന്നു?
ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ നിരന്തര മീറ്റിങ്ങുകളിൽ പുതിയ ആശയങ്ങളെ കൂടെ പോകുക എന്നുള്ളത് ഈ നമുക്ക് കിട്ടിയൊരു അനുഭവമാണ്. എന്തെങ്കിലും ഒരു പുതിയ ആശയം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയിലെ ഒരു വിഭാഗം അധ്യാപകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരുമായുള്ളൊരു ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി രൂപീകരിക്കപ്പെടുന്നത്. അതായത് അരികെയാണ് സത്യത്തിൽ ആദ്യം നമ്മുടെ അടുത്തേക്ക് വരുന്നത് +1 +2ലേക്ക്. അപ്പോൾ അത് രൂപീകരിക്കുമ്പോഴൊരു പ്രശ്നം ഈ പാഠപുസ്തകങ്ങളെ മിനിമൈസ് ചെയ്യാണ്. ഒരു വലിയ പാഠപുസ്തകത്തിൻ്റെ കണ്ടൻറ്റിനെ ഇപ്പോൾ +1 കൊമേഴ്സ് എന്ന് പറയുന്നത് 10 പുസ്തകം ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ നമ്മുടെ അരികയിൽ +1 കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ പുസ്തകമാക്കുകയാണ്. ഈ ഒരു പുസ്തകം കുട്ടി മിനിമം വായിച്ച് പഠിച്ചാൽ പാസ്സാവും. ഇതാണ് കൈപുസ്തകം, ഇതാണ് നമ്മളെ കണ്ടന്റ്. അപ്പോൾ ഇതിന് അധ്യാപകരുടെ ഒരു കൂട്ടായ്മ വേണം. പക്ഷേ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയത് അന്ന് ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ ഈ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ ഒരു രൂപ പോലും വാങ്ങാതെ നമ്മൾ ചായയും കടിയും മാത്രം നമ്മൾ അറേഞ്ച് ചെയ്ത്, നമ്മൾ പണം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ട്. തുടക്കമാണ് പറ്റുന്നില്ല. ഇതൊരു പുതിയ പദ്ധതിയാണ്, എങ്ങനെ ഫണ്ട് വകയിരുത്താനുള്ള. അപ്പോൾ ഇവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഒരു പൈസയും വേണ്ട, ഞങ്ങൾ സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ സബ്ജക്റ്റ് വൈസ് ശില്പശാല നടത്തി. അത് നടത്തിയത് നമ്മുടെ കാക്കവയൽ സ്കൂൾ വെച്ചിട്ടാണ് നമ്മൾ തുടക്കം. അപ്പോൾ നമ്മൾ +1 ഫിസിക്സ്, +2 കോമേഴ്സ്, അങ്ങനെ ഓരോ വിഷയത്തെ എടുത്ത് ആ അധ്യാപകർ കൂട്ടായ്മയിൽ രൂപീകരിക്കപ്പെട്ടൊരു പുസ്തകം ഉണ്ടാക്കി. അതിനെ പിന്നീട് ആ അധ്യാപകർ തന്നെ എഡിറ്റോറിയലായി അവരതിനെ ക്രോസ് ചെക്ക് ചെയ്ത്, കാരണം നമുക്ക് ഈ സബ്ജക്റ്റ് വൈസ് ഇതിനകത്ത് ഉൾപ്പെടേണ്ട ഭാഗങ്ങൾ അറിയില്ല, ഫോക്കസ് ഏരിയകൾ ഉൾപ്പെടുത്തി ഇത് പ്രിൻ്റ് ചെയ്തു. ഇതിൻ്റെ അതേ മെത്തേഡ് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് ഉയരെ കൊണ്ടുപോകും. അതിന് നമ്മൾ പൂർണ്ണമായി നമുക്ക് അതിലൊരു സൗകര്യമുള്ള വെച്ചാൽ ഡയറ്റിൻ്റെ സൗകര്യം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഡയറ്റിനെയാണ് നമ്മൾ ഈ പുസ്തകം ഏൽപ്പിച്ചത്. അപ്പോൾ ഡയറ്റ് അധ്യാപകരുടെ കൂട്ടായ്മ വിളിച്ച് ചേർത്ത് ഇതേ മെത്തേഡിൽ തന്നെ ഉയരെ എന്ന് പറയുന്നു. അപ്പോൾ ഉയരെ എന്ന് പറയുന്നത് 10ാം ക്ലാസ് മലയാളം നമ്മൾ ഉയരയിലുള്ളത് ആകെ 30 പേജേ ഉള്ളൂ. ആ 30 പേജ് വായിച്ച് പഠിച്ചാൽ കുട്ടി പാസ് മാർക്ക് കിട്ടും. ഇതാണ് കണ്ടത്. അപ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാം വായിക്കാൻ കഴിയില്ല, മനസ്സിലിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡിനെ കൊണ്ടുവന്നത്. ഈ ഒരു ആശയം ആരുതായിരുന്നു യഥാർത്ഥത്തിൽ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയാണെന്നുള്ളത് ഇത് അധ്യാപകരിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിനൊരു പണം ഒരു പ്രശ്നമായി. കാരണം ഇത് പ്രിന്റ് ചെയ്തിട്ട് ഒരു 10,000-2,000 കോപ്പിയെങ്കിലും നമ്മളിത് കൊടുക്കണം. പക്ഷെ ഇപ്പോൾ നമുക്കൊരു സൗകര്യം കിട്ടിച്ചാൽ ഈ പ്രിന്റിങ്ങിനേക്കാൾ എളുപ്പത്തിൽ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയത് PDF ആക്കിയാൽ, ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമുക്ക് സൗഹൃദങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കും. PDF കുട്ടികൾ എടുത്തോളും മൊബൈൽ വെച്ച്. ഇത് കഴിഞ്ഞ് നമ്മളിത് ആദ്യത്തെ ഘട്ടത്തിൽ ഇപ്പോൾ സമ്മിശ്ര പ്രതികരണം എന്നൊക്കെ പറയാം. ചിലർക്ക് വലിയ താല്പര്യമായി, ചിലർക്ക് ഇതുകൊണ്ട് കാര്യമുണ്ട്. പക്ഷെ നമ്മൾ 2ാമത്തെ കൊല്ലം ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഇതെന്തായാലും ഒരു റൗണ്ടും കൂടി അങ്ങനെ 3 കൊല്ലവും നമ്മൾ കണ്ടിന്യൂ ചെയ്തപ്പോൾ അധ്യാപകരിൽ തന്നെ പിന്നെ ചില കുട്ടികൾ ഈ പുസ്തകം ചോദിച്ചു വരാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ അരികെ എന്ന് പറയുന്ന പുസ്തകം ഓൺലൈനിൽ സർക്കാർ വെബ്സൈറ്റിൽ ഫ്രീ ആയി കൊടുക്കാൻ തീരുമാനിച്ചു. അധ്യാപകരത് ഫ്രീ ആയി അവരുടെ പോസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഏകദേശം 1 ലക്ഷത്തിൽ മേലെ ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തു ഈ അരികെ പുസ്തകം. അപ്പോൾ ഈ അരികെ പുസ്തകം സ്റ്റേറ്റ് വൈഡ് നമ്മളത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ നമ്മളോട് പല ആളുകൾ ഇതിൻ്റെ PDF ഫയൽ ചോദിച്ചു. നമ്മളെല്ലാവർക്കും കൊടുത്തു. കാരണം അവർക്കും ഇത് അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ 5-6 ജില്ലയിൽ നമ്മളുണ്ടാക്കിയ പുസ്തകം അവരുടെ പേരിൽ അവർ പ്രിന്റ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വലിയ അപ്രീസിയേഷനൊക്കെ തന്നു. കാരണം അരികെയും ഉയരയുടെയും ഈ മെത്തേഡ്. അപ്പോൾ കുട്ടികൾ വിചാരിച്ച് ഈ പുസ്തകം പൈസ കൊടുത്താൽ പുറമേ നിന്ന് കിട്ടുന്നു. പക്ഷെ അങ്ങനെയില്ല, ഇത് ഫ്രീ ആയി സ്കൂളുകൾ കൊടുക്കും. ഈ വർഷം നമ്മളതിൻ്റെ കുറച്ചുകൂടി PDF മറ്റുമൊക്കെ അധ്യാപകർക്ക് കൊടുത്ത് അധ്യാപകരെ കൊണ്ട് അത് പഠിപ്പിക്കുക എന്നുള്ളതും കൂടി അധ്യാപകർ അത് വെച്ചിട്ടാണ് അവസാനം ക്യാമ്പുകളിൽ പഠിപ്പിക്കുക. അതൊരു പ്ലസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും തോന്നി. ഈ ഒരു റിസൾട്ട് വന്ന സമയത്ത് എത്രമാത്രം ആത്മവിശ്വാസത്തിലായിരുന്നു അധ്യാപകരും കുട്ടികളൊക്കെ? ഈ റിസൾട്ട് വന്നതിന് ശേഷം 6ാം സ്ഥാനത്തെത്തിയപ്പോൾ പല സ്കൂളുകളും സന്ദർശിച്ച് ഇരിക്കാം. എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? എന്തായിരുന്നു? ഭയങ്കര പോസിറ്റീവാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നമുക്കൊരു മാറ്റം ഉണ്ടാകും. അന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് 3 മണിക്കാണ്. അന്ന് 3 മണിക്ക് ജില്ലയിലെ വിദ്യാഭ്യാസ സമിതി ഞാൻ വിളിച്ചു ചേർത്തു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് റിസൾട്ട് കാണുന്നത്. നമുക്കൊരു ധൈര്യമുണ്ട്, ഒരു സ്ഥാനമെങ്കിലും നമ്മൾ മാറുന്നു. കഴിഞ്ഞ കൊല്ലം അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. നമ്മൾ 14-ൽ നിന്ന് 13-ലെത്തി. അപ്പോൾ തന്നെ ഞങ്ങളതൊരു ചെറിയ രീതിയിൽ ആഘോഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വർഷം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ 10-ന് മുകളിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ 6 നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. സത്യസന്ധമായി ഞാൻ പറയാം, 6 നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട്ടിലൊക്കെ ഇപ്പം നമ്മുടെ ആ മഹാദുരന്തത്തിന് ശേഷം 2 മാസത്തോളം സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതാ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ജൂലൈ 30-ന് ശേഷം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയുള്ള ഭയങ്കരമായി സ്കൂളുകൾ അവധി വന്നു. പിന്നെ നമുക്കും വേണ്ട പോലെ സ്കൂളുകൾ
ശ്രദ്ധിക്കാൻ പറ്റിയില്ല, നമുക്ക് പുസ്തകങ്ങൾ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റില്ല, ക്യാമ്പ് ഭയങ്കര സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രശ്നം, അവർക്ക് വെള്ളാർമല സ്കൂളും മേപ്പാടി സ്കൂളും റീഓപ്പൺ ചെയ്യണം, അതിൻ്റെ പ്രശ്നം, അവരവിടെ ഓടുന്നു, കുട്ടികളെ നോക്കണം, അവർക്കുള്ള അങ്ങനെ നമുക്കൊരു അപ്പോൾ നമുക്ക് 10-ലെങ്കിലും എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. നമ്മൾ വഴിയെ പോകുമ്പം ഞാൻ നോക്കിയപ്പോൾ ഫിറോസ് പറഞ്ഞ പോലെ 14ാം സ്ഥാനം തിരുവനന്തപുരം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മൾ 13-ലുണ്ടാവുമെന്ന് ഉറപ്പിച്ചു. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ 6ാം സ്ഥാനം എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടും അദ്ദേഹത്തിന്റെ ആദ്യത്തെ 1, 2, 3 പ്രഖ്യാപനങ്ങളിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് 14ആണ്. കഴിഞ്ഞ കൊല്ലാണ് അദ്ദേഹം ആദ്യമായിട്ട് വയനാട് 13 എന്ന് പറഞ്ഞു. ഈ കൊല്ലം അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതെങ്ങനെ 13 വയനാട് 6-ലെത്തിയത്. ഇപ്പൊ ഇത് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് SSLCയുടെ കാര്യമാണ്. ഇപ്പൊ 13-ൽ നിന്ന് 6-ലേക്ക് എത്തി. പക്ഷെ +2-ൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ചത്ര ഒരു ഇത്തവണ ഒരു വിജയം കാണാൻ പറ്റാതെ 13-ൽ നിന്ന് 12-ലേക്കാണ് നമ്മൾ എത്തിയത്? ഈ 10ാം ക്ലാസ്സിനെയും +2-നും രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്ന് 10ാം ക്ലാസ്സിൽ നമുക്ക് ഏകദേശം 47-49 കുട്ടികളാണ് നമുക്ക് ഈ വർഷം പരീക്ഷയിൽ ജയിക്കാതെ പോയിട്ടുള്ള കുട്ടികൾ. മീൻസ് എഴുതാത്തത് കൊണ്ടാണ് പലരും. അതിൽ 10-12 കുട്ടികൾ എഴുതാത്തത് കൊണ്ടൊക്കെയാണ്. ഈ +1-ൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു പ്രശ്നം, പല കുട്ടികൾക്കും വേണ്ടത് ഹ്യൂമാനിറ്റീസ് കോഴ്സാണ് വയനാട്ടിൽ. പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കുറച്ചുകൂടി കംഫർട്ടബിൾ പക്ഷേ ഈ ഹ്യൂമാനിറ്റീസ് കോഴ്സ് എല്ലാവർക്കും കിട്ടുന്നില്ല. പലരും അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സിൽ പോയി ചേരുകയാണ്. സയൻസിലും കൊമേഴ്സിലും ഒക്കെ ഹ്യൂമാനിറ്റീസ് കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇതിൽ വലിയ താല്പര്യം വരുന്നില്ല എന്നുള്ളത്. പിന്നെ +2-ൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, +1 പരീക്ഷയുടെ റിസൾട്ടും +2-ഉം കൂടി ഒരുമിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. +1 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലത്തിൽ ചെറിയൊരു മാറ്റം വന്നു. +2 പരീക്ഷയുടെ കൂടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ +1-ൽ മാർക്ക് കുറഞ്ഞൊരാൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് +2 എഴുതായിരുന്നു. പക്ഷെ അതിന് പകരം ഇത് രണ്ടും കൂടി ഒരുമിച്ചായപ്പോൾ പലരും ഇമ്പ്രൂവ്മെൻറ്റ് ഒഴിവാക്കി. അത് നമുക്കൊരു ചെറിയ ക്ഷീണം സംഭവിച്ചു. 2, ഈ കുട്ടികൾ അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിയെങ്കിലും പലരും ആ കോഴ്സുകൾ ഇട്ടിട്ട് പോയി. കാരണം അവർക്ക് 10ാം ക്ലാസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് സംഭവമാണല്ലോ +1. ഒരു ലാംഗ്വേജ് മാറി, പഠിപ്പിക്കുന്ന രീതിയിലൊരു വ്യത്യാസം, പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ വ്യത്യാസം, അതുവരെ മലയാളത്തിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ക്ലാസ് റൂമിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന വേരിയേഷൻസ്. അപ്പോൾ അത് വന്നപ്പോൾ ഈ സയൻസിലും മറ്റുമൊക്കെ കുട്ടികൾ അഡ്മിഷൻ എടുത്തെങ്കിലും പഠിച്ചില്ല, അവർ ഡ്രോപ്പ് ഔട്ട് എന്ന് നമുക്കതിനെ പറയാം. അതൊരു ഗൗരവമുള്ള വിഷയമാണ് വയനാട്ടിൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മളൊരു മീറ്റിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു, +1-ലെ ഡ്രോപ്പ് ഔട്ടിനെ കുറിച്ച് നമ്മൾ കാര്യമായി ചർച്ച ചെയ്യണം. കാരണം കുട്ടികൾ ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അഡ്മിഷൻ എടുത്തിട്ട് അവർ നിർത്തിപ്പോകുമ്പോൾ അവരുടെ ഭാവിയാണ് എന്ത് ചെയ്യുന്നത്, അവസാനിക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വയനാട്ടിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ വലിയ ഇടപെടൽ വേണം. അതിൽ വലിയ ഇടപെടൽ സർക്കാരിൻ്റെ കൂടെ ഒരു വലിയ പിന്തുണ വേണം. നമുക്കിവിടെ അടിയന്തരമായി കുറച്ചുകൂടി ഹ്യൂമാനിറ്റീസ് ബാച്ച് പ്രത്യേകിച്ച് ചില പഞ്ചായത്തുകൾ ഫോക്കസ് ചെയ്ത് നമുക്ക് തരണം. എനിക്ക് തോന്നുന്നു ഈ മാത്സ് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ കുട്ടികളും ഈ ഹ്യൂമാനിറ്റീസ് ബാച്ച്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സയൻസും കോമേഴ്സും ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ മാത്സ് വല്ലാത്ത പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ അതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസ് സീറ്റ് തരുമ്പോൾ പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനാണ് അപേക്ഷ. ഇപ്പോൾ നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു ഉന്നതിയിലുള്ളൊരു കുട്ടി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുന്നത് വൈത്തിരിയിലാണ്. അവർക്ക് നൂൽപ്പുഴയിൽ നിന്ന് വൈത്തിരിക്ക് എത്തിക്കുക എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവരവരുടെ വീടിനടുത്ത് പഠിച്ചു. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോകണം എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ അവർ പോകുന്നില്ല. അപ്പോൾ അതിന് ഓവർകം ചെയ്യണമെങ്കിൽ അവർക്കൊരു പ്രത്യേക പരിഗണനയിൽ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യമാണ്. പക്ഷേ അത് ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല അത്. പക്ഷേ നമ്മൾ എന്നിട്ടും ഈ വർഷം നമ്മളൊരു സ്ട്രാറ്റജി പോലെ എല്ലാവരെയും SSLC പാസ്സായി മുഴുവൻ ആളുകളെയും +1 അഡ്മിഷൻ നമ്മൾ ഉറപ്പുവരുത്താൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് അവർ പഠിച്ച സ്കൂളിൽ തന്നെ +1-ന് ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ ആ സ്കൂളിലൊരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുന്നുള്ളത് റിസൾട്ട് ഈ അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി അറിയാം. പക്ഷെ അതില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം കുട്ടികളും +1 അഡ്മിഷൻ എടുക്കുന്നുണ്ടാവാം, പക്ഷെ അവർ +2 കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെസിഡൻഷ്യൽ ക്യാമ്പുകളായിരുന്നു. നമുക്കറിയാം ഇപ്രാവശ്യം എക്സാമിനോട് അടുപ്പിച്ച് ആ ക്യാമ്പുകളൊക്കെ നടത്തിയത്, വീട്ടിലേക്ക് വിടാതെ തന്നെ സ്കൂളുകളിൽ തന്നെ അവരെ നിർത്തിക്കൊണ്ട് ക്യാമ്പ്, അത് എത്രമാത്രം ഗുണകരമായിട്ടുണ്ട്? ക്യാമ്പ് ഗുണകരമായി. ക്യാമ്പ് 2 രീതിയിൽ നടത്തി. ഒന്ന്, ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് വിജ്ഞാൻ ജ്യോതി എന്ന പേരിലും ഗോത്ര ജ്യോതി എന്ന പേരിലും 2 പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് വെച്ച്. അത് രാവിലെ നേരത്തെ ക്ലാസ് തുടങ്ങുകയും വൈകുന്നേരം അവ കുറച്ച് വൈകി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പ് ഡിസൈൻ ചെയ്ത്. അതും നമ്മളൊരു പരീക്ഷണമായിരുന്നു. കാരണം നമ്മൾ ആ 1-2 കൊല്ലം ആ ക്യാമ്പ് നടത്തിയപ്പോൾ അധ്യാപകരുടെ ഇടയിൽ നിന്ന് ഒരു അഭിപ്രായം ഉണ്ടായി, ക്യാമ്പ് ഏറ്റവും അവസാനം ക്യാമ്പ് നടത്തിയത് റിസൾട്ടിനെ ഉയർത്താൻ കഴിയില്ല,
ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പുകൾ നടത്തണം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അങ്ങനെ ഒരു പരീക്ഷ നടത്തി. ക്യാമ്പിന് 3 ആക്കി. 30 ദിവസത്തെ ക്യാമ്പിന് 10 ദിവസം ഒരിക്കൽ, 10 ദിവസം ഒരിക്കൽ, 10 ദിവസം ഒരിക്കൽ. അപ്പോൾ വീണ്ടും അതിനകത്ത് 2 അഭിപ്രായമുണ്ട്. അത് ശരിയല്ല എന്നൊരു പക്ഷവും ശരിയാണ്. പിന്നെ നമ്മൾ തർക്കം വേണ്ട എന്നുള്ളത് തീരുമാനിച്ച് ഈ വർഷം അവസാനം തന്നെ എടുത്തു. അപ്പോൾ ആ ക്യാമ്പിലുള്ളൊരു ഗുണം, ആ ക്യാമ്പിൽ ഒന്ന് സ്റ്റഡി സമയം കൂടി ഈ പറഞ്ഞ അരികെ പോലെയുള്ള ഉയരെ പോലെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ അവിടെ അധ്യാപകർ അവർ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഇപ്രാവശ്യം പ്രിൻറ്റിങ്ങിൻ്റെ കുറേ ലാഗൊക്കെ വന്നു. എന്നാലും അവരെ കയ്യിലുള്ള PDF ഒക്കെ വെച്ച് അവർ കുട്ടികൾ നന്നായി പഠിപ്പിച്ചു. അതുകൊണ്ട് അവിടെ ജനപ്രതിനിധികൾ കൃത്യമായി ഇടപെട്ടു. അവിടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ അവരുടെ കീഴിലുള്ള എല്ലാ ഡിവിഷനിലും സ്കൂളുകളിലും കൃത്യമായി സന്ദർശനം നടത്തി അവിടുത്തെ ക്യാമ്പ് മോണിറ്റർ ചെയ്തു. അത് പോസിറ്റീവാണ്. എല്ലാവരും മെമ്പർമാർ അവരുടെ ഡ്യൂട്ടി എടുക്കുന്നു, എല്ലാ ക്യാമ്പിലും പോയി സന്ദർശിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി മോണിറ്ററിങ് നിശ്ചയിച്ചു. അപ്പോൾ അവരുടെ ഒരു മോണിറ്ററിങ് നടക്കുന്നു. അപ്പോൾ ഈ ക്യാമ്പിലുള്ളൊരു പ്രശ്നം എല്ലാ സ്ഥലത്തൊന്നും ഞാൻ പറയുന്നില്ല, 99% നന്നായി നടക്കും. 1% ചിലപ്പോൾ മോശമായി നടന്നിട്ടും ഉണ്ടാവാം. അപ്പോൾ മുൻകാലങ്ങളിൽ അങ്ങനെ നടന്നിരുന്നു. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് നമ്മൾ ക്യാമ്പ് തുടങ്ങുന്നതിന് മുന്നോടിയായി HMമാരുടെ മീറ്റിംഗ് വിളിച്ചു. HMമാരുടെ മീറ്റിങ്ങിൽ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ എന്തിനാണ് ഈ ക്യാമ്പ് ഉദ്ദേശിക്കുന്നതും എങ്ങനെ നടത്തണമെന്നും ഈ രീതിയിലുള്ള മോണിറ്ററിങ് ഇതിനകത്ത് വേണമെന്നുള്ളൊരു നിർദ്ദേശമായി തന്നെ ജില്ലാ വിദ്യാഭ്യാസവും ജില്ലാ പഞ്ചായത്തും കൂടെ അവർക്ക് നൽകി. അവരത് ആക്സെപ്റ്റ് ചെയ്തു. അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ഏറ്റവും മികച്ച രീതിയിൽ ആ ക്യാമ്പ് സെറ്റ് ചെയ്തു, അവർ നടപ്പിൽ വരുത്തി. പിന്നെ അധ്യാപകരുടെ അടുത്തൊരു സ്ട്രഗിൾ ഉണ്ട് ഭയങ്കരമായി. കാരണം പല കുട്ടികളും പരീക്ഷയോട് അടുപ്പിച്ച് വരില്ല. ഇവരെ വീട്ടിൽ പോയിട്ടാണ് അധ്യാപകർ എന്ത് ചെയ്യുന്നത്, തിരിച്ച് കൊണ്ടുവരും. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ റെസിഡൻഷ്യൽ ക്യാമ്പുകളായിരുന്നു. റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ പണം പട്ടികവർഗ വകുപ്പും കൂടി നമുക്ക് തരും. അപ്പോൾ അതിലും ഒരു പ്രശ്നം, ഈ പണ്ടത്തെ ക്യാമ്പിൻ്റെ പൈസ കിട്ടാത്തത് കൊണ്ട് ഈ വർഷം ക്യാമ്പ് തുടങ്ങാം. പക്ഷേ അതൊക്കെ നമ്മൾ ജില്ലാ കളക്ടർ അടക്കമുള്ള വേദിയിൽ പറഞ്ഞ് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കി അവരോട് ധൈര്യമായി നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ വളരെ ഫലപ്രദമായി നടത്തി. അവിടെ വന്നൊരു കുട്ടിയും പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടില്ല. എല്ലാവരും നന്നായി പഠിച്ചു. ഇപ്പം ഞാൻ ചില സ്കൂളുകളിലൊക്കെ നമ്മൾ തന്നെ പടം കണ്ടത്, കുട്ടികൾ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ അധ്യാപകരെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെയാണ്. വൈകാരിക ബന്ധം. അത് ഒരു വെച്ച് വെറും പഠിപ്പിക്കൽ മാത്രമായിരിക്കും, അങ്ങനെയൊന്നുമല്ല. അവരെ കളിപ്പിച്ചും എൻ്റർടൈൻ ചെയ്യിപ്പിച്ചും എന്നിട്ട് പഠിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് അവിടെ അധ്യാപകർ അധ്വാനിച്ചത്. ആ റിസൾട്ട് കിട്ടി. പിന്നെ ചില സ്കൂളുകളിൽ എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം, ഒരു കുട്ടി ചിലപ്പോൾ പരീക്ഷ എഴുതാത്തതുകൊണ്ട് 99% വിജയമായ 2-3 സർക്കാർ സ്കൂൾ. അത് അധ്യാപകരുടെ കുറ്റമോ സ്കൂളിൻ്റെ കുറ്റമോ ഒന്നുമല്ല. ആ കുട്ടിക്ക് ഇപ്പോഴും ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മഹിമ അറിയാത്തത് കൊണ്ട് എഴുതാത്തതാണ്. ചിലപ്പോൾ ഒരു പേരൻറ്റിനും അറിയാൻ വഴിയില്ല. അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ഇനിയും തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താൻ. ഇപ്പം നമുക്കറിയാം, പണ്ടൊക്കെ ഈ 10ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് നല്ല ഒരു ക്ലാസ്സുകൾ അതുപോലെ ഇത്തരം ക്യാമ്പുകളൊക്കെ കൊടുക്കും. പക്ഷേ ഈ 8ാം ക്ലാസ് മുതൽ യഥാർത്ഥത്തിൽ അവർ ബേസ് കറക്റ്റ് ആവാതെ 10ലേക്ക് എത്തി, അവർ 10ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ആ ഒരു മികച്ച രീതിയിലുള്ളൊരു പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഈ 8ാം ക്ലാസ് മുതൽ ഈ കുട്ടികളെ ഈ 10ാം ക്ലാസ്സിലേക്ക് തയ്യാറെടുപ്പിക്കാൻ എന്തൊക്കെ നടപടികളാണ് ഈ ചെറിയ ക്ലാസ് മുതൽ മറ്റെന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? ഫിറോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കുറച്ചു കാലം മുമ്പ് വരെ വേണമെങ്കിൽ പറയും നമ്മളിതൊന്നും വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റുന്നത്, ഇപ്പോൾ വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ യോഗങ്ങളിലും വിദ്യാഭ്യാസ മേഖല ഒരു വലിയ സംസാര വിഷയമാക്കാൻ നമുക്ക് പറ്റിയെന്നല്ല. ആദ്യത്തേത് അത് കുട്ടികൾ പരീക്ഷ ചെയ്ത് അവർ ജയിക്കുക പോകുക എന്നുള്ളതല്ല. ഇപ്പോൾ ഈ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ എന്ന് പറയുന്ന ഒരു സർവേ നടത്തിയപ്പോൾ ഈ കൂട്ടാൻ അല്ലെങ്കിൽ ഗുണിക്കാൻ ഒക്കെ അറിയുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് നമ്മളുടെ ജില്ലയാണ്. ഇങ്ങനെ ഒരു സർവേ ഉള്ളത് പോലും പൊതുജനങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. പലർക്കും അറിയില്ല, പക്ഷേ കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഭൂരിപക്ഷം പേർക്കും ഇതറിയില്ല. അപ്പം നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഈ ഹരിക്കാനും ഗുണിക്കാനും അറിയാത്ത കുട്ടികളുടെ എണ്ണം കേരളത്തിൽ നമ്മൾ ഏറ്റവും മോശമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു മോശമാണ്. ഈ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നമ്മളെ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ നമ്മളിത് ചർച്ചയ്ക്ക് വെച്ചു. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന DPC മീറ്റിങ്ങിലടക്കം നമ്മൾ പറഞ്ഞു, നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ പ്രകാരം നമ്മളുടെ ക്വാളിറ്റി മോശമാണ്, നമ്മൾ ക്വാളിറ്റി ഉണ്ടാക്കണം. അത് നമ്മൾ ചെയ്തൊരു സ്ട്രാറ്റജി, ഓരോ സ്കൂളിനും ഓരോ സ്വഭാവമാണ്. ആ സ്കൂളിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ബത്തേരി മുനിസിപ്പാലിറ്റിയിലെ ചേനാട് ആ മേഖല ഓണപ്പാട് സ്കൂളാണെന്ന് തോന്നുന്നു. അവരൊരു പ്രത്യേക രീതിയിൽ വളരെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം വിദേശത്തുള്ള ആളുകൾക്ക് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി നടത്തുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രത്യേക രീതി. അത് ചിലപ്പോൾ നമ്മൾ ഇപ്പുറത്ത് അഡോപ്റ്റ് ചെയ്താൽ നടക്കില്ല, അത് അവർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കാക്കവയൽ സ്കൂളിൽ ത്രിഭാഷ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം കൂടെ ക്വാളിറ്റിയിൽ പഠിപ്പിക്കും. അത് അവരുടെ ഒരു ഓൺ പദ്ധതി. അതിന് നമ്മൾ എൻ്റർടൈൻ ചെയ്തു. മാരാമ്പറ്റ സ്കൂളിൽ വേറെ രീതിയിൽ കുട്ടിയും കോലും എന്ന് പറഞ്ഞിട്ടാണ്. കാരണം കുട്ടികളെ കളിപ്പിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതി, അത് അവരുടേതാണ് സ്വഭാവം. ഇപ്പോൾ കാട്ടിക്കുളം സ്കൂളിൽ ഗോത്ര ഫെസ്റ്റ് വലിയ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരിടപെടലാണ്. അങ്ങനെ ആ സ്കൂളുകൾക്ക് നമ്മൾ അതിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെയ്യണം.
അതെ, ഒന്നും ചെയ്യാതെ ഇരിക്കാൻ നമ്മൾ പറ്റും. എന്തെങ്കിലും പദ്ധതി ആ സ്കൂളിന്റെ പ്രാദേശിക സ്വഭാവം, തനത് സ്വഭാവം ആവിഷ്കരിച്ച് അത് പലരും പല വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ഞാൻ എല്ലാ സ്കൂളിലും എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ചെയ്തു, അത് നമുക്കൊരു ഗുണം ചെയ്തു. പിന്നെ നമ്മൾ ഈ DDC ജില്ലാ വികസന സമിതി യോഗം അല്ലെങ്കിൽ ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലൊക്കെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസ മേഖല ഒരു അജണ്ടയായി ഉറപ്പിച്ചു. എല്ലാ മാസവും നടക്കുന്ന DDCയിൽ വിദ്യാഭ്യാസ മേഖല ഫസ്റ്റത്തെ അജണ്ടയായത് ഈ ജില്ലയിൽ. അതിന് നിലവാരവും കൂടെ ആ വിഷയങ്ങൾ അന്ന് ചർച്ച ചെയ്യണം. വിദ്യാർത്ഥികളുടെ വിഷയം, ഈ വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് പ്രശ്നം, അത് കൃത്യമായി നമ്മൾ. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ 10ാം ക്ലാസ് ജയിക്കാനുള്ള ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു. അത് മോശമാണ്. അതായത് പരീക്ഷ എഴുതാൻ പറ്റാത്ത കുട്ടികളെ കൊണ്ട് സ്ക്രൈബിനെ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരാൾ പരീക്ഷ എഴുതുക. ഞാൻ പറഞ്ഞു കൊടുത്ത് മറ്റൊരാൾ എഴുതുക. ഇത് ചിലപ്പോൾ വിജയ ശതമാനം വർദ്ധിക്കാൻ നമുക്ക് കാരണമാവും. പക്ഷെ ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നത് ചർച്ച നടന്നത് ജില്ലാ വികസന സമിതി യോഗത്തിലാണ്. വയനാട്ടിൽ ഏകദേശം 3000 കുട്ടികൾ സ്ക്രൈബ് പരീക്ഷ എഴുതാൻ അപേക്ഷ കൊടുത്തു. 1000 പേർക്ക് ഡോക്ടർ പരിശോധനയിൽ കിട്ടിയിരുന്നു. അപ്പോൾ 3000 കുട്ടികൾക്ക് ഭിന്നശേഷി ഉണ്ട് എന്നാണല്ലോ ഇതിനർത്ഥം. തീർച്ചയായും. അപ്പോൾ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ഇല്ലാത്ത ഒരു കുറവ് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഒരു മാസം മുമ്പ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര മോശം കാര്യം. അപ്പോൾ നമ്മൾ അതിൽ കൃത്യമായി തീരുമാനിച്ചു യഥാർത്ഥത്തിൽ എത്ര കുട്ടികൾക്കുണ്ട്, അത് SSKയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചിട്ട് അവരെ കൊണ്ട് സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഈ വർഷം ആകെ ഉള്ളത് 900 കുട്ടികളാറ്റേ ഉള്ളൂ. 3500-ൽ നിന്ന് 900-ലേക്ക് ഇത് മാറി. നമ്മളെ വിജയ ശതമാനം കൂടുകയും ചെയ്തു. അപ്പോൾ ഒരു കുറുക്കു വഴി ഇതിനകത്ത് വേണ്ട, നമ്മൾ സിൻസിയറായി ഇതിനകത്ത് ഇടപെട്ടാൽ ജയിക്കുക. അപ്പോൾ കലക്ടറും പിന്നെ MLA-മാരും മന്ത്രിയും ഒക്കെ ഈ വികസന സമിതി യോഗത്തിൽ വിദ്യാഭ്യാസ മേഖല ചർച്ച ചെയ്യുമ്പോൾ ഒരു പരിഗണന എപ്പോഴും തരും. അത് വയനാട്ട് ഒരു ആസൂത്രണ സമിതി, അതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ വന്നിരിക്കുമ്പോഴും നമുക്ക് വിദ്യാഭ്യാസ മേഖല ഫസ്റ്റത്തെ ഒരു പ്രയോറിറ്റി ആക്കി. പിന്നെ പഞ്ചായത്തിൽ PEC മീറ്റിംഗ് ഉണ്ട്, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി. ഇത് സാധാരണഗതിയിൽ കൂടാറുണ്ട്. ആ കൂടുന്നത് ആ പഞ്ചായത്തിലെ സ്കൂളുകളിലെ ഒരു ഭൗതികമായ വികസനം, അതിന് മാറ്റിയിട്ട് ഭൗതികമായ വികസനത്തിനോടൊപ്പം അക്കാദമിക്കായ കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചർച്ച ചെയ്താൽ മാത്രം പോരാ, ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പഞ്ചായത്ത് ഡയറക്ടർക്ക് കൊടുക്കണം, നമ്മൾ JDക്ക് കൊടുക്കണം. അതിലെന്തെങ്കിലും ഇടപെടേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഇടപെടുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇതിനകത്ത് ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചത്. ഇപ്പം നമ്മുടെ ഈ ഗോത്ര വിദ്യാർത്ഥികൾ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ LP തലത്തിൽ നോക്കിയാലും UP ഹൈസ്കൂൾ തലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊഴിഞ്ഞുപോക്ക് വളരെ അധികമുണ്ട്. ആദ്യത്തെ ജൂൺ മാസത്തിൽ അവർ വരും, പിന്നെ മറ്റ് പ്രത്യേകിച്ച് ഹൈസ്കൂളുകളിലൊക്കെ അവരെന്തെങ്കിലും പണിക്കൊക്കെ പോകുന്ന ആ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇപ്പോൾ നമുക്കറിയാം, ആദിവാസി കുട്ടികളുടെ പ്രത്യേകിച്ച് ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ നമ്മുടെ പഠന നിലവാരം നോക്കിയാൽ തന്നെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം. എന്താണ് അതിന് സ്വീകരിച്ചൊരു നടപടി എന്തായിരുന്നു? നമ്മളൊന്ന് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 2 രീതിയിൽ ആബ്സെൻ്റ് ഉണ്ട്. ഒന്ന് ഇടയ്ക്ക് വരും, കുറേ കാലം വരില്ല, പിന്നെ വരും, കുറേ കാലം വരും. അതായത് ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ പോകുന്നു. പിന്നെ ചില കുട്ടികൾ റോസ് പറഞ്ഞ പോലെ വരുന്നതിന് ശേഷം പിന്നെ വരികയില്ല. ഇതുണ്ട്. ഇതിനെ 2 നമ്മൾ ചെയ്ത് ഓരോ സ്കൂളിൽ നിന്നും ഈ രീതിയിലുള്ള അറ്റൻഡൻസ് നമ്മൾ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൈമാറാൻ തീരുമാനിച്ചു. ഇപ്പം കാക്കവയൽ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ ആരാണ് സ്ഥിരമായി വരാത്തത്, ആരാണ് ഇടയ്ക്കിടയ്ക്ക് ഇറഗുലറായി വരുന്നത്, ആ ആളുകളെ പട്ടികവർഗ വകുപ്പിൻ്റെ കൂടെ സഹായത്തോടു കൂടി, പഞ്ചായത്തിലെ ആളുകളുടെ സഹായത്തോടു കൂടി അവരെ മീറ്റ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അതൊരു എക്സസൈസ് ആയിട്ട് തന്നെ. പിന്നെ അത് പകുതിയും അധ്യാപകർ തന്നെ ചെയ്യും. പിന്നെ കുട്ടിയെ വന്നില്ലെങ്കിൽ അവർ പ്രൊമോട്ടർ വഴി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉന്നതികളിലൊക്കെ പോയി നേരിട്ട് കൂട്ടിക്കൊണ്ടിരുന്ന അധ്യാപകരുണ്ട് നമ്മളെ ജില്ലയിൽ. അവർ തന്നെ വണ്ടി എടുത്ത് പോയിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഒരു ആൾ പരീക്ഷ എഴുതാൻ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഊട്ടിയിലെവിടെയോ പോയി, അധ്യാപകർ രാവിലെ പോയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടൊക്കെ പരീക്ഷ എഴുതിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അധ്യാപകർ നന്നായിട്ട് അതിനെ മോണിറ്റർ ചെയ്തു. അത് വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് DEOയുടെ കീഴിലാണ് ഈ ഹൈസ്കൂളൊക്കെ വരിക. അന്നത്തെ DEO ശരത്ചന്ദ്രനാണ്, KS-കാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് പോയി. അദ്ദേഹം ഭയങ്കരമായിട്ട് ഇതിനകത്ത് എഫേർട്ട് എടുത്തു. പിന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പിന്നെ ശശീന്ദ്ര വ്യാസ്, വയനാട്ടുകാരനാണ്. അപ്പോൾ പുള്ളിക്ക് വയനാടിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചു, പക്ഷേ അദ്ദേഹം ഈ സ്ഥലത്തില്ലാതെ പോയത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വയനാടിനെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട. അദ്ദേഹം TTC ചെയ്തത് മുതൽ പഠിപ്പിച്ചത് വരെ വയനാട്ടിലാണ്, വയനാട്ടിൽ ജനിച്ച ആളാണ്. അപ്പോൾ വയനാട് എക്സാക്റ്റ് അറിയാം, വയനാട്ടിൽ എങ്ങനെ ഇടപെടുന്ന പുള്ളിക്കറിയാം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അധ്യാപക സംഘടനകൾ, ഈ അധ്യാപക സംഘടനകൾക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും ഈ ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിനിവർക്ക് ഒരു പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല, നന്നാവണം എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. പിന്നെ അധ്യാപകർ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അധ്യാപകർ ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. ചിലപ്പോൾ 1-2 അധ്യാപകർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. ആ ആളുകൾ ന്യൂനപക്ഷമാണ്.
ഭൂരിപക്ഷ ആളുകളും സിൻസിയറായ അധ്യാപകർ. അപ്പം നമ്മൾ ഈ ന്യൂനപക്ഷത്തിൻ്റെ പുറകെ പോയി സമയം കളയാതെ ഭൂരിപക്ഷമുള്ള നല്ല അധ്യാപകരുടെ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരവരുടെ എഫേർട്ട് എടുക്കും, നമ്മൾ അവർക്കൊരു പിന്തുണ കൊടുക്കും. പിന്നെ അവർക്ക് പുറകിൽ നമ്മളുണ്ട് എന്നുള്ളൊരു ധൈര്യം, അവർക്ക് എന്ത് ആവശ്യങ്ങൾക്കും ചെറിയ ചെറിയ ആവശ്യങ്ങളായിരിക്കും, അതിനൊരു വിദ്യാഭ്യാസ വകുപ്പുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് ഉണ്ട് എന്നുള്ളതും നമ്മൾ അവർക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഗോത്രവർഗ്ഗ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇതൊരു സിസ്റ്റമാണ്. പക്ഷേ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്താണ് ഈ സ്കൂളുകൾ കുറച്ചുകൂടി സൗഹൃദമാവണം. അത് ഒരു പരീക്ഷ നമ്മളതിൽ നടത്തി. ഗോത്ര ഫെസ്റ്റ് എല്ലാ സ്കൂളുകളിലും നടത്തും. അപ്പോൾ വലിയ ബാധ്യതയാണ് സ്കൂളുകൾക്ക്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒരു 25,000 രൂപ വെച്ച് സ്കൂളുകൾക്കൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് കൊടുക്കും എന്ന് തീരുമാനിച്ചു. അത് കുറേ സ്കൂളുകളിലൊക്കെ നടന്നു. പക്ഷെ നമ്മൾ കണ്ടെത്തിയൊരു കാര്യം, ഈ യൂണിഫോം ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ SPC, ഈ SPCയിൽ അംഗമായി ഒരു കുട്ടിയും സ്കൂളിൽ വരാതിരിക്കുന്നില്ല. അതൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്ലബ്ബുകൾ കുറച്ചുകൂടി സജീവമാക്കിയ കുട്ടികൾക്ക് അതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. പഠിത്തം മാത്രമല്ല, SPC, NSS, NCC എന്നൊക്കെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായി SPCക്ക് ക്യാമ്പിന് സാമ്പത്തിക സഹായം കൊടുത്തു. വയനാട് ജില്ലാ പഞ്ചായത്താണ്. നമ്മൾ സർക്കാരിലേക്ക് കത്തെഴുതി. SPCക്ക് ബാൻഡ് സെറ്റ് ഇല്ല. നമ്മൾ ബാൻഡ് സെറ്റ് കുട്ടികളുടെ ആവശ്യമാണ്. ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ജില്ലാ പഞ്ചായത്ത് ബാൻഡ് സെറ്റ് വാങ്ങാൻ അനുമതി ചോദിക്കണം എന്ന്. ചിലപ്പോൾ കൗതുകം കൊണ്ടായിരിക്കാം നമുക്ക് അനുമതി തന്നു. ഇപ്പോൾ നമ്മൾ 3 സ്കൂളുകൾക്ക് ബാൻഡ് സെറ്റ് വാങ്ങി. അതായത് ബത്തേരി നിയോജകമണ്ഡലത്തിൽ 1, കൽപ്പറ്റയിൽ 1. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. SPCക്ക് വരുന്ന കുട്ടികൾ ബാൻഡ് സെറ്റ് പഠിക്കുക, കൊട്ടുക എന്നൊക്കെ അത് നമ്മൾ ചെയ്തു. പിന്നെ ഈ SPCനെ നമ്മളൊന്നുകൂടി പ്രൊവൈഡ് ചെയ്തു. ഗോത്ര ഫെസ്റ്റ് നമ്മൾ കുറേയൊക്കെ നടത്തി. പക്ഷെ നമുക്കത് വിചാരിച്ച പോലെ മുന്നോട്ട് പക്ഷേ എല്ലാം ഏറ്റവും അവസാനമൊക്കെയാണ് വരുന്നത്. എന്നാലും കുറച്ച് സ്കൂളുകൾക്ക് കൊടുത്തു. പിന്നെ അവർ തന്നെ സ്കൂളുകൾ സ്വന്തം ചെയ്തു. ഇനി ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കായിക മേഖലയെ കണക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ തുടങ്ങിയതാണ് 1 സ്കൂൾ 1 ഗെയിം. ആ പദ്ധതി ഒന്നും കൂടി വിപുലീകരിച്ച് 8 മുതൽ, അത് ഫിറോസ് നേരത്തെ പറഞ്ഞ പോലെ 8, 9, 10 ഈ ക്ലാസ്സിലെ കുട്ടികളെ വെച്ചുകൊണ്ട് സ്കൂൾ ടീമുകൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഓരോ ഗെയിമിനും ആ ഗെയിമിനുള്ള സ്കൂൾ ടീം ഇപ്പോൾ നമ്മൾ വെറുതെ രൂപീകരിച്ചുകൊണ്ട് കാര്യം. നമ്മുടെ സ്കൂളിൽ ഗ്രൗണ്ടുണ്ട്, ഒരു ഫുട്ബോളും ഉണ്ട്. പിന്നെ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികൾ ഒരു ബോളും കൊണ്ട് കളിക്കുന്നതാണ് നമ്മൾ കണ്ട കായിക മേഖല. അത് പാടില്ല. അവരെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ നമ്മൾ 1 സ്കൂൾ 1 ഗെയിമിൽ 39 സ്കൂളിലേക്കും ആവശ്യമുള്ള കായിക ഇനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ചില സ്കൂളുകൾക്ക് വാങ്ങിക്കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ കായിക ഇനം. കാരണം ആർച്ചറിയാണ് അവർ ആവശ്യപ്പെട്ടത്. ഒരു 50 1 ലക്ഷം രൂപയൊക്കെ അങ്ങനത്തെ 5 എണ്ണമൊക്കെ വാങ്ങിക്കൊടുത്ത സ്കൂളുണ്ട്. അവിടെ ഈ 8 മുതലുള്ള കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കണം. അതിൽ നല്ല കപ്പാസിറ്റിയുള്ള കുട്ടികളെ സ്കൂൾ ടീമാക്കണം. അതിൽ SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു അഭിമാനമാണ്, നമ്മൾ സ്കൂളിൻ്റെ ആർച്ചറി ടീമിലാണ് ഞാൻ, അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിലാണ്. അപ്പോൾ അവർ സ്കൂളിലേക്ക് വരും. പിന്നെ കലാപരമായ കാര്യങ്ങൾ അത് നമ്മൾ ഈ വർഷം ചർച്ച ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുട്ടികളെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ട് പഠിപ്പിക്കുക ഇതിനൊരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. 1 സ്കൂൾ 1 ഗെയിം നമുക്ക് ഭയങ്കര ഇപ്പോൾ അത് സംസ്ഥാന സർക്കാർ തന്നെ നമ്മളോട് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ കായിക വകുപ്പ് വന്നിട്ട് നേരിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇത് അറിയാം. കാരണം ഈ പദ്ധതിയെക്കുറിച്ച് ഞാൻ ആദ്യം ബ്രീഫ് ചെയ്ത് അദ്ദേഹത്തെ ഉദ്ഘാടകനായി വിളിച്ചാണ്. പക്ഷേ പിന്നെ സമയത്തിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് MP ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ 1 സ്കൂൾ 1 ഗെയിം സ്പോർട്സ് കൗൺസിൽ ചർച്ച ചെയ്തു, വിദ്യാഭ്യാസ വകുപ്പ് ചർച്ച ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞ ഒറ്റ കാര്യം, ഈ കുറേ കായിക ഇനങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നല്ല, ഒരു സ്കൂള് അതിൻ്റെ സ്ഥിതി, അവിടുത്തെ ഒരു കൾച്ചർ, ഇതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള കായിക ഇനം തിരഞ്ഞെടുക്കുക, അതിനെ ഫുൾ എക്യുപ്ഡ് ആക്കുക. എന്നിട്ട് എക്യുപ്ഡ് ആക്കിയിട്ട് ഒരു PT അധ്യാപകനെ വിട്ടുകൊടുത്തുകൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. അവിടെ ടീം ഉണ്ടാകും. ഇപ്പോൾ ജൂലൈ 30 നമ്മുടെ ഡേറ്റ്. ജൂലൈ മാസം ആകുമ്പോഴേക്കും നമ്മൾ കൊടുത്ത കായിക ഇനത്തിൻ്റെ ടീമിൻ്റെ ലിസ്റ്റ് നമുക്ക് തരണം. ആ കുട്ടികൾക്ക് വേണ്ട ജേഴ്സിയും മറ്റു സൗകര്യങ്ങളും നമ്മൾ വീണ്ടും കൊടുക്കും. ഇവരെ നമ്മൾ പ്രാക്ടീസ് കൊടുക്കും, ഇവരെ തമ്മിൽ മത്സരങ്ങൾക്ക് പങ്കെടുപ്പിക്കും. അങ്ങനെ കുട്ടികളെ ഒരു ഫോളോ അപ്പ് വേണം. അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും വാങ്ങി കൊടുത്താൽ ഈ പദ്ധതി അവസാനിക്കും. ഈ പദ്ധതി ഇപ്പോൾ 1ാം ഘട്ടം അവസാനിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ കുറച്ച് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, വളരെ കുറഞ്ഞ മാസങ്ങളാണ് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് നമുക്കുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നമ്മൾ നീങ്ങും. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ ജില്ലാ പഞ്ചായത്തിൽ ശക്തമായൊരു മത്സരമായിരുന്നു. UDFന് ഇത്തവണ എത്രമാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുണ്ട്? UDFനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കാര്യമാണ്. വയനാട് ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലൊരു മത്സരം തന്നെ രൂപപ്പെട്ടത്. കാരണം ഒരു 3 സീറ്റിനപ്പുറത്തേക്ക് LDF ജയിച്ചു വരാത്ത ഒരാൾ മാത്രം ഇരുന്നിട്ടുണ്ട്, 3 ആൾ, അതിൽ കൂടുതൽ വന്നില്ല. പക്ഷേ ഇത് 8-8 ഒരു ഭയങ്കര മത്സരം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് മത്സരത്തിനേക്കാൾ ഉപരി ചില മേഖലകളുണ്ടായ ചില സ്ഥാനാർത്ഥി നിർണയങ്ങളും ചില പ്രയാസങ്ങളും ഒന്നും, അല്ലെങ്കിൽ ഒരു അമിത ആത്മവിശ്വാസവും ഒക്കെ ആവാം. അതൊന്നും പെട്ടെന്ന് ടാക്കിൾ ചെയ്യാനെന്ന് UDFന് പറ്റി. അപ്പോൾ UDF സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ജയിക്കുമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആവാം. അത് സ്ഥാനാർത്ഥി നിർണയത്തിലോ ഓവർ കോൺഫിഡൻസിലോ നമ്മുടെ പ്രവർത്തനത്തിലോ വന്ന അതാണ്. പക്ഷേ ബേസ് വോട്ടിൽ
UDF ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. ഈ നഷ്ടപ്പെട്ട സീറ്റുകൾ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്തിൽ നമ്മുടെ പെർഫോമൻസ് വലിയ മോശമൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ പനമരം ഡിവിഷൻ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ പനമരം ഡിവിഷൻ ഉൾക്കൊള്ളുന്ന പഞ്ചായത്ത് 11 അതിൻ്റെ ബാക്കി ഭാഗം വരുന്ന പുൽപ്പള്ളി UDF ആണ് ഭരിക്കുന്നത്. അപ്പോൾ ആ സീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അവിടുത്തെ എന്തോ ഒരു ചെറിയ പ്രയാസകരം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാം. മൊത്തത്തിൽ നമുക്കിപ്പോൾ 2 ബ്ലോക്ക് പഞ്ചായത്താണ് UDFനുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ 1 കൂടെയില്ല. ഈ ബ്ലോക്ക് പഞ്ചായത്ത് 2ഉം മുനിസിപ്പാലിറ്റിയും കൂടുതൽ പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കണം. അതിനോടൊപ്പം ജില്ലാ പഞ്ചായത്തിൽ ആധികാരികമായ ഒരു വിജയം ഉണ്ടാവുക ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുവെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പോലും ഇപ്പോൾ കേൾക്കുന്നത് താങ്കൾ തദ്ദേശ സ്ഥാപനങ്ങൾ വിട്ടുകൊണ്ട് നിയമസഭയിലേക്ക് ചേക്കാറാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു സംസാരമുള്ളത്. അങ്ങനെയെങ്കിൽ കൽപ്പറ്റ മണ്ഡലം ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? 2 കാര്യമാണ്. നമ്മൾ ഇതിനകത്തൊരു പാർട്ടിയാണ് നമ്മളെല്ലാ സ്ഥലത്തും എത്തിക്കുന്നത്. അതെ. ഇപ്പം ഞാൻ ഇപ്പോൾ KSU പ്രസിഡന്റ് ആവുന്നതും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത് പാർട്ടി ആയതുകൊണ്ട് മാത്രം. ഞാൻ ആദ്യമായി മത്സരിക്കാൻ എനിക്ക് അവസരം തരുന്നതും പാർട്ടിയാണ്. അവിടുന്ന് മത്സരിച്ചു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതും പാർട്ടിയാണ്. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ പാർട്ടി ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിൽ ഓരോ അവസരങ്ങൾ നൽകും. അതൊരു ഉറപ്പുള്ള കാര്യമാണ്. ആർക്കും അവസരങ്ങൾ ലഭിക്കാതെ പോലും. പക്ഷെ ലഭിക്കാതെ പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ പാർട്ടി തന്നെയാണ്. പക്ഷേ നമുക്കൊരു അവസരം തന്നതിന് ഭാഗ്യമാണ്. ഇനി അങ്ങനെ പാർട്ടിയാണ് എന്ത് കാര്യത്തിലും തീരുമാനിക്കുന്നത്. ഇപ്പോൾ ലോക്കൽ ബോഡിയിൽ മത്സരിക്കണമെന്നോ മത്സരിക്കേണ്ട എന്നും തീരുമാനിക്കാം, നിയമസഭയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കാം, മത്സരിക്കേണ്ടെന്ന് തീരുമാനിക്കാം. ഇതെല്ലാം പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം നമ്മൾ അനുസരിക്കുന്നു, നമ്മൾ അതിന് വിധേയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ. കൽപ്പറ്റ മണ്ഡലം തരികയാണെങ്കിൽ ഇരു കൈയും നീട്ടി താങ്കൾ സ്വീകരിക്കും? കൽപ്പറ്റ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു MLA ഉണ്ട്, നമുക്ക് സിദ്ദീഖാണ് MLA. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പാർട്ടിയാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തതും പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അതിനോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആത്യന്തികമായി ഒരു പാർട്ടി പ്രവർത്തകനായി നിൽക്കുക എന്നുള്ളതാണ്, ആ പാർട്ടിക്ക് വിധേയപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് നല്ലത്. എന്തായാലും താങ്കൾക്ക് അത്തരത്തിലൊരു ഈ തദ്ദേശ സ്ഥാപനം വിട്ട് നിയമസഭയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം, അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും, കാരണം താഴേക്കിടയിലേക്കല്ല, ഒരു സംഭവം കഴിഞ്ഞു, ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞു, ഇനി നേരം മുകൾ എന്നുള്ളത് നിയമസഭ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ നിയമസഭാ സീറ്റാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. ബാക്കി 2ഉം റിസർവ്ഡ് കാറ്റഗറി. നിലവിലവിടെ UDFന് ഒരു MLA ഉണ്ട്, മികച്ച MLA ആണ്. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് നമ്മൾ വരുമോ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നിലവിൽ നമുക്കൊരു MLA നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെല്ലാം ഇപ്പോൾ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് നൽകുന്നത് പാർട്ടിയാണല്ലോ. അപ്പോൾ പാർട്ടി ഓരോരുത്തർക്കും ഓരോ ഘട്ടത്തിൽ അവസരങ്ങൾ നൽകും. ആ അവസരങ്ങൾ നൽകുമ്പോൾ അതിനനുസരിച്ച് താങ്കൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ആയിരിക്കുമല്ലോ. സ്വാഭാവിക പാർട്ടി നമ്മളോട് എന്താവശ്യപ്പെട്ടാലും നമ്മൾ ഇതുവരെ പാർട്ടി തന്നതെല്ലാം അനുസരിച്ചിട്ടുണ്ട്. പാർട്ടി തന്ന പദവികൾ ഏറ്റെടുത്തിട്ടുണ്ട്, പറ്റാവുന്ന പോലെ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയും പാർട്ടി പറയുന്നത് പോലെ മുന്നോട്ട് പോകും. ഓക്കെ. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ SSLC +2 റിസൾട്ട് ഉൾപ്പെടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വസ്തുത എന്നുള്ളത് SSLC തന്നെയാണ്. അതിൽ 13ാം സ്ഥാനത്ത് നിന്നാണ് 6ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതികൾ തന്നെയാണ് അത്തരത്തിൽ ഒരു വിജയം കണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തത് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.